പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഉറുദു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചില ഭാഗങ്ങൾ നമ്മുടെ ഗുൽസാർ എഡ്യു സൊല്യൂഷനിൽ, നമ്മുടെ ചാനലിൽ നമ്മൾ നൽകിയിരുന്നു. ഒരുപാട് കുട്ടികൾ ആ വീഡിയോകളൊക്കെ കാണുകയും തുടർന്നുള്ള വീഡിയോകളും ഇതുപോലെ ചെയ്യണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗുൽസാർ എഡ്യു സൊല്യൂഷൻ തുടർന്നുള്ള പാഠഭാഗങ്ങൾ കൂടി ഈ ചാനലിലൂടെ നൽകുന്നു. പ്രത്യേകിച്ചും SSLC പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിൽ ഉറുദു ചർച്ച ചെയ്യുന്ന ചാനലുകൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. സാധ്യമാകുന്ന, ലഭ്യമാകുന്ന സമയമനുസരിച്ച് തുടർന്നുള്ള പാഠഭാഗങ്ങൾ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് നിങ്ങളിലേക്ക് നൽകുകയാണ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഉറുദുവിലെ മാധ്യമങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനും നമ്മുടെ രാജ്യത്തിനും നൽകിയ സേവനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠഭാഗമുണ്ട്. ആ പാഠഭാഗത്തിലെ ആദ്യ പേജാണ് മലയാളത്തിൽ ഇന്ന് നൽകുന്നത്. തുടർന്ന് നമുക്ക് അതിൻ്റെ ഉറുദു ഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് ചാനലിലൂടെ ആവശ്യമുള്ളത് എങ്കിൽ നിങ്ങൾ അത് സൂചിപ്പിക്കുക. എല്ലാ പാഠഭാഗവും വേണം എന്ന ഒരു വാക്കിന് പകരം ഏത് പാഠഭാഗം എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞാൽ നമുക്ക് ആ ഭാഗം നമുക്ക് ആദ്യം വീഡിയോ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. 10ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക്, ഉറുദു പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഉറുദുവിൽ എല്ലാവർക്കും A+ ഒക്കെ കിട്ടണം. സാധ്യമാകും, സിമ്പിളാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ചില ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുരാതന കാലത്ത് മനുഷ്യർ വായിക്കാനും എഴുതാനും പഠിച്ചപ്പോൾ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആഗ്രഹവും അവർക്കുണ്ടായി. ആദ്യകാല പത്രപ്രവർത്തകർ രാജാക്കന്മാരുടെയും ഭരണാധികാരികളെയും അരമനകളിൽ ജോലി ചെയ്തു അവർ രാജകീയ ഉത്തരവുകളും മറ്റു രാജ്യങ്ങളെയും ജനവിഭാഗങ്ങളെയും കുറിച്ചുള്ള വാർത്തകളും എഴുതിയിരുന്നു. അവരുടെ എഴുത്തുകൾ ലോകത്ത് എന്താണ് നടക്കുന്നത്, യുദ്ധങ്ങൾ എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഭരണ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിവയെക്കുറിച്ച് ജനങ്ങളെ അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ മുഗൾ ഭരണകാലത്താണ് പത്രപ്രവർത്തന രംഗത്ത് വലിയ പുരോഗതിയുണ്ടായത്. ഉറുദു ജേർണലിസത്തിന്റെ തുടക്കകാലത്ത് പത്രങ്ങൾ ദിനപത്രങ്ങളായി പുറത്തിറങ്ങിയിരുന്നില്ല. ആഴ്ചയിലായിരുന്നു പ്രസിദ്ധീകരണം. ഉറുദുവിൽ ആദ്യമായി പത്രം പുറത്തിറക്കിയത് കൊൽക്കത്തയിൽ നിന്നും ഹരിദത്തായിരുന്നു. ജാമെ ജഹാനുമ എന്നായിരുന്നു പേര്. സ്വാതന്ത്ര്യത്തിനായി നടന്ന പോരാട്ടത്തിൽ ഉറുദു പത്രങ്ങൾ മുൻനിരയിൽ നിന്നിരുന്നു. ഇംഗ്ലീഷുകാരെതിരെ ശബ്ദമുയർത്തിയതിനാൽ നിരവധി പത്രങ്ങളുടെ എഡിറ്റർമാർക്ക് തടവ് ശിക്ഷ ലഭിച്ചു. ദില്ലി അഖ്ബാർ എന്ന ഉറുദു പത്രം ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര പങ്ക് വഹിച്ചിട്ടുണ്ട്. മുഹമ്മദ് ബാഖർ ഈ പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. ഹസ്രത്ത് മോഹാനിയുടെ പത്രരചനകൾ സ്വാതന്ത്ര്യ സമര സോനാനികൾക്ക് ശക്തി പകർന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം അൽഹിലാലും അൽബലാഗും സാധാരണക്കാരെ ഉണർത്തി. മൗലാന അബുൽ കലാം ആസാദിലെ പോലെയുള്ളവർ തങ്ങളുടെ പേനയെ ആയുധങ്ങളാക്കി. ഇവ ഭരണാധികാരികൾക്കെതിരായ സമരമായി മാറി. ഗാന്ധിജിയും ഹരിജൻ എന്ന പേരിൽ പത്രമിറക്കി. ഈ പത്രം ഹിന്ദിയിലായിരുന്നു. ഇതിന്റെ ഉറുദു എഡിഷനും പുറത്തിറങ്ങി. ഇംഗ്ലീഷ് ഭരണാധികാരികളുടെ പോളിസിക്കെതിരെയും സാമൂഹ്യ നീതിക്കായും ശബ്ദമുയർത്തി.